السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبع لهم بإحسان إلى يوم الدين برضا الله. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, കരുണാവാരിധിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസിനെ അല്ലാഹുവിന്റെ ത്വഅത്തിലായി മുത്തുനബിയുടെ പൊരുത്തത്തിലായി നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. അൽ മദീന സ്വലാത്ത് മജ്ലിസിലെ വാട്സ്ആപ്പ് കൂട്ടായ്മ തികച്ചും അല്ലാഹുവിനും മുത്തുനബിക്കും തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങളാണെന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ല. ഏത് സമയത്തും സ്വലാത്തിലും ദിക്റിലും ദുആയിലും സദാത്തുക്കളും ആലിമീങ്ങളും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആലംബഹീനരായ അഗതികളും അനാഥകളുമായ വിദ്യാഭ്യാസ സമ്പന്നരായ എന്നുവേണ്ട ആബാലവൃദ്ധ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന മഹനീയ സദസ്സ്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന എന്റെ ജീവിതമാണ് എന്റെ ദർശനം എന്നുള്ളതാണ്. വാക്കിലൊതുങ്ങി അതുമായി യാതൊരു ബന്ധവുമില്ലാതെ അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കാണിക്കുന്ന ഒരു യോദ്ധാവായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ യാഗങ്ങളും യോഗങ്ങളും ആരാധനാമുറകളും അനുഷ്ഠാനങ്ങളും തികച്ചും ജീവിതത്തിലൂടെ ഉപമയായി മാതൃകായോഗ്യനായി വരച്ചു കാണിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നബിതങ്ങളുടെ പ്രവൃത്തിയും വാക്കും ചിന്തയും നമുക്ക് മുമ്പിൽ നക്ഷത്രതുല്യരായ സഹാബത്തുൽ കിറാം ഒരു ക്യാൻവാസിൽ ചിത്രകാരൻ വരക്കുന്നതിനേക്കാൾ ഭംഗിയായി ഹൃദയത്തിൽ സ്ഥാപിച്ചു തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും കിടന്നിരുന്നത് വടക്കോട്ട് തലവെക്കും, തെക്കോട്ട് കാലുകാലും, മുഖം പടിഞ്ഞാറോട്ട്, ഇടതു നെഞ്ച് മുകളിൽ വരത്തക്ക വിധത്തിലാണ് നബി തങ്ങൾ കിടന്നിരുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ആരോഗ്യപരമായി ഒട്ടനവധി നേട്ടങ്ങളാണ് ആധുനിക വിശ്വകരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂരിഭാഗം ആളുകളുടെയും ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഇടത് നെഞ്ചിലാണ്. ആ നെഞ്ച് ശരീരത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള, ആയാസകരമായി ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവുകയാണ്. അതേസമയം ഇടതു ഭാഗത്തേക്കാണ് നാം കിടക്കയോട് ചേർത്ത് പിടിക്കുന്നതെങ്കിൽ
അത് ഹൃദയത്തിന്റെ ധമനികളിൽ പല പ്രശ്നങ്ങളിലേക്കും കാരണം വരും. ഉളുവെടുത്തുകൊണ്ടാണ് നബിതങ്ങൾ കിടക്കുക. പല്ല് തേച്ചുകൊണ്ട് ദന്തശുദ്ധീകരണം നടത്തിയിട്ടാണ് നബിതങ്ങൾ കിടക്കുക. അർശിന്റെ താഴ്വാരവുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉറക്കവും മരണവും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്. പലപ്പോഴും നാം കേട്ടിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് ചെന്ന് വിളിച്ചു നോക്കുമ്പോ ഭർത്താവിന് അടക്കമില്ല, മരണപ്പെട്ട് കിടക്കുക, അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭാര്യ അടക്ക് കിടന്നിട്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അപ്പൊ ഉദോടുകൂടെ ഈ പറയുന്ന രൂപത്തിൽ കിടന്ന് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ആയത്തുൽ കുർസിയും ഒക്കെ ഓതി നെഞ്ചിലൂതി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വീതം 99 പൂർത്തീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു ലാ കുല്ല ഷൈഇൻ ഖദീർ ഖുറാക്കി കയ്യിലൂതി തല മുതൽ കാൽപാദം വരെ തടവിക്കിടന്ന എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. പാലിൽ ഹോർലിക്സോ ബൂസ്റ്റോ കിട്ടി കിടന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കിയേ. ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത സംഭവം നാം ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തി നോക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ആളുകൾ ക്ഷീണിതനാണ്. ആ ക്ഷീണമൊക്കെ മാറി ശരീരത്തിലും മനസ്സിനും ഇലാഹിയായ കരുത്ത് ലഭിക്കുന്ന അത്ഭുതകരമായ ടോണിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. മരണപ്പെട്ട ഷഹീദിന്റെ പ്രതിഫല അർശുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ആത്മാവ് കിടക്കുന്നത്. കാരണം ഉളുവോടുകൂടി ഒരാൾ ചെറിയ അശുദ്ധിയെത്തും വലിയ അശുദ്ധിയെത്തും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനോടൊപ്പം അകമ്പടി സേവിക്കാൻ സയ്യിദിനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാകുമെന്ന് പോലെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നമ്മുടെ കിടക്കവും ഇബാദത്താവുകയാണ്. മുഅ്മിനിൽ നിന്ന് ഒന്നും പാഴായി പോകുന്നില്ല. അവൻ വസ്ത്രം ധരിച്ചാലും കിടന്നാലും ചകിരി നിറച്ച തോലിന്റെ ഒരു വിരിപ്പാൻ നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തൂലുഹു ദിറാഅനി വഇറുലുഹു ദിറാഉൻ വശിബ്റ. 2 മുഴം വീതിയും 1.5 മുഴം 2 മുഴം നീളവും 1.5 മുഴം വീതിയുമുള്ള ചകിരി നിറച്ച തോലിന്റെ ഒരു വിരിപ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയിരുന്നത്. എവിടെങ്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ വിരിച്ചിരിക്കാൻ ഒരു കരിമ്പ്രം ഉണ്ടായിരുന്നു. 2 മടക്കായി അത് കീഴെ വിരിച്ചിട്ട് അതിന്റെ പുറത്താണ് എന്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. മാത്രമല്ല വെറും പായല ചിലപ്പോൾ കിടന്നുറങ്ങുക. വെറും പായ ഒന്നും വിരിച്ചിട്ടുണ്ടാവില്ല. ഉണരുമ്പോ റസൂലുള്ളാഹിന്റെ ശരീരം എഴുന്നേൽക്കുമ്പോ കാണാം ഈ പായുടെ അടയാളങ്ങൾ മുഴുവനും ആ ചുവന്നു തുടുത്ത വെളുത്ത ആ ശരീരത്തിൽ ഇങ്ങനെ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സവിശേഷത, വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ചരക്കുകൾക്കും ഒക്കെ റസൂലുള്ളാഹി നല്ല പേരിടുമായിരുന്നു. അത് നമ്മൾ പകർത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർക്ക് തമ്മിൽ ഒരു നല്ലൊരു സ്വതന്ത്രമായി വിളിക്കാൻ പറ്റിയ, പരസ്പരം ഇഷ്ടപ്പെടുന്ന ബഹുമാനത്തിന് നല്ല പേരൊക്കെ വിളിക്കണം. ആ സ്നേഹത്തിൽ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന, ആ പേരിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹം, അയാളിലുള്ള സ്നേഹം ആ പേരിന്റെ ഉള്ളിൽ കാണാം. അത് അവർ തമ്മിലുള്ള രമ്യതയ്ക്കും സന്തോഷത്തിനും തൃപ്തിക്കും സഹനത്തിനും വിശ്വാസതയ്ക്കും കാരണമാണ്. وكان من خلقه تسمية دوابه وصلاحه ومطاعه. തന്റെ വാഹനങ്ങൾ, ആയുധങ്ങൾ, ചരക്കുകൾക്കൊക്കെ പേര് നൽകി. വകാന ഇസ്മു റഈതിഹി ഉഖാബ്. റസൂലുള്ളാഹിയുടെ പതാകയുടെ പേര് ഉഖാബ് എന്നായിരുന്നു. ആ പതാകയിൽ നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിനൊക്കെ പുറപ്പെടാറുണ്ടായിരുന്നത്. മാത്രമല്ല യുദ്ധത്തിന് ഉപയോഗിച്ച വാളിന്റെ പേരാണ് ഫുഖാർ.
വകാന ലഹു സൈഫ യുഖാലു ലഹു അൽ മിഖ്ദം വആഖിറു യുഖാലു ലഹു അർ റസൂബ് വആഖിറു യുഖാലു ലഹു അൽ ഖലീബ്. അവിടുത്തെ വാളിന്റെ പേര് മിഖ്ദം, റസൂബ്, ഖലീബ്. ഇങ്ങനെ 3 വാളുകൾക്ക് 3 പേര് അവിടുന്ന് ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല വാളിന്റെ പിടി വെള്ളി കൊണ്ട് കെട്ടി നല്ല മനോഹരമാക്കിയിരുന്നു. കൈപ്പിടി ആ വാളുമായിട്ടാണ് റസൂലുള്ളാഹി യുദ്ധത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടാറുണ്ടായിരുന്നത്. വകാന യൽബിസു അൽ മിൻതഖത്തു മിനൽ ആദമി ഫീഹാ സലാസു ഹൽഖിൻ മിൻ ഫിദ്ദ. തോലിന്റെ അരപ്പട്ട ധരിച്ചിരുന്നു. അതിൽ വെള്ളിയുടെ 3 വട്ടക്കണ്ണികൾ ഉണ്ടായിരുന്നു. വകാന ഇസ്മു ഖൗസിഹി അൽ ഖുതൂം വജഅബതുഹു അൽ കാഫൂർ. നബി തങ്ങൾ ഉപയോഗിച്ചിരുന്ന വില്ലിന്റെ പേര് അൽ ഖുതൂം എന്നായിരുന്നു. അമ്പ് നിക്ഷേപിച്ച കുറ്റിക്ക് പേരിട്ടതിൽ കാഫൂർ എന്നായിരുന്നു. ഒട്ടകത്തിന്റെ പേര് ഖസുവ വഹിയല്ലത്തി യുഖാലു ലഹാ അൽ അൽബാ. ഖസുവ എന്ന പേരുണ്ട്, അതേപോലെ തന്നെ അൽബാ എന്ന പേര് പറയുമായിരുന്നു. വഇസ്മു ബഖലിഹി അദ്ദുൽദുൽ. കോവർ കഴുതയുടെ പേര്, അവിടുത്തെ കോവർ കഴുതയുടെ പേര് ദുൽദുൽ എന്നായിരുന്നു. വകാന ഇസ്മു ഹിമാരിഹി യഅഫൂർ. അവിടുത്തെ കഴുതയുടെ പേര് യഅഫൂർ എന്നായിരുന്നു. അവിടുന്ന് പാല് കുടിച്ചിരുന്ന ആടിന് പോലും ഓടുന്ന പേരിട്ടുന്ന വസ്തു ഷാത്തിഹി അല്ലത്തി യശ്റബു ലബനുഹാ ഐന. ഐന എന്ന ആടിന്റെ പേര്. അപ്പൊ നമ്മളാടിന് ഐന ഒക്കെ പേരിടാം, പശുവിന് പേരിടാം അല്ലേ? സ്നേഹത്തോടു കൂടി അതിനെ നമ്മൾ എപ്പോഴും വിളിക്കുമ്പോൾ അത് മനസ്സിലാക്കും, ആ വിളിക്ക് അത് ഉത്തരം ചെയ്യും. ഇപ്പൊ ഇന്ന് ധാരാളം പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ വളർത്തുന്നുണ്ട് ശാസ്ത്രീയമായി. പേർഷ്യൻ ക്യാറ്റ്, പറവകള്, അതേപോലെ പ്രാവുകള്, എന്തെല്ലാം മോഡലാണ്, എന്തെല്ലാം രീതികളാണ്. അത് മനുഷ്യൻ വലിയ സാമ്പത്തികമായ നേട്ടവും അതിൽ കാണുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആലിമ്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ വിഷയത്തിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അംഗശുദ്ധീകരണ ഒരു മൺപാത്രം ഉണ്ടായിരുന്നു ശുദ്ധീകരിക്കാൻ. അതിൽ നിന്നാണ് ഉളൂ ചെയ്തിരുന്നത്. ഇന്നിപ്പോ ടാപ്പുകളും ഹൗലുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ അതിൽ കൊടുക്കും. പക്ഷെ മിച്ചം വെള്ളം 3 മുറുക്ക് കുടിക്കൽ സുന്നത്തുണ്ട്. അത് ഈ പാത്രത്തിലാകുമ്പോൾ വലിയ സുഖമാണ്. പഴയ കാലത്തൊക്കെ ജവനയും ഒക്കെ ഉണ്ടായിരുന്ന ജവനയുടെ ആ കൂമ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം പിന്നെ കയ്യിലേക്ക് ഒഴിക്കും. അപ്പൊ ഈ ഒഴിച്ച വെള്ളം തിരിച്ചങ്ങോട്ട് കയറുകയില്ല. അതിൽ നിന്ന് അങ്ങനെ മൺപാത്രത്തിൽ നിന്ന് റസൂലുള്ള പാനം ചെയ്യും. എന്നിട്ട് ഉള്ളൂടത്തിൽ 3 മുറുക്ക് കുടിക്കൽ സുന്നത്താണ്, നോമ്പുകാർക്കല്ല. അപ്പൊ ആളുകൾ തങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് അയക്കും. അപ്പം റസൂലുള്ള മിച്ചം വെള്ളം ഉണ്ടോ അവർക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അവർക്ക് എല്ലാവരും കുടിക്കും. എല്ലാവരും ശരീരത്തിൽ പുരട്ടുകയും തേക്കുകയൊക്കെ ചെയ്യും. വലിയ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്തിരുന്നത്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ആ ചര്യ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. മാത്രമല്ല അവിടുത്തെ ഏറ്റവും നല്ലൊരു സവിശേഷത വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലമുൻ നാസി വഅർഗബഹും ഫിൽ അഫ്വി മഅൽ ഖുദ്റതി. ജനങ്ങളിൽ ഏറ്റവും ക്ഷമാശീലനാണ്, ശിക്ഷ നൽകാൻ കഴിവുണ്ടായിരിക്കെ മാപ്പ് നൽകുന്നതിൽ അതീവ തൽപരനായിരുന്നു. അല്ലേ? നമ്മളോട് എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ, നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചോദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ അല്ലെ? ഹറാം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല, ഹലാലിന്റെ പറ്റുള്ളൂ. ഇപ്പൊ മാപ്പ് ശിക്ഷ കൊടുക്കാൻ അദ്ദേഹം എല്ലാ നിലയിലും സ്വാധീനമുണ്ട്, സാമ്പത്തികങ്ങളൊക്കെ ഉണ്ട്. ഒരു പാവപ്പെട്ടവനാണ്. പക്ഷെ ആ കാര്യം പറഞ്ഞ് ധരിപ്പിക്കണം, അതിന്റെ വരും വരായികൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന് മാപ്പ് കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയായി. പുരുഷന് പുരുഷന്റേതായ ഒരു കാര്യങ്ങൾ, ഒരു ശൈലിയുണ്ട്, വ്യക്തിത്വമുണ്ട്. സ്ത്രീക്ക് സ്ത്രീകളുടേതായ ഒരു ശൈലിയുണ്ട്. ചില ആളുകൾ നമ്മള് പിന്നെ പെൺകോന്തരാന്ന് പറയും.
അല്ലേ? ഇവിടെ പെൺഭരണം, ഭാര്യ ഭരണം, ഭർത്താവ് റബ്ബസ്റ്റാമ്പ്. ചില ആളുകൾക്ക് ഒരു പെണ്ണിന്റെ ഒരു സ്വഭാവവും നാണവും ലജ്ജയും അവന്റെ സംസാരത്തിലൊക്കെ അങ്ങനെ കാണാം. എന്നാൽ ചിലർ വസ്ത്രവിധാനത്തിൽ തന്നെ മാറ്റം വരുത്തും. റസൂലുള്ളാഹി പറയാ, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സത്തൽ മർഅതി. സ്ത്രീവേഷം കിട്ടുന്ന പുരുഷനെയും വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി, പുരുഷവേഷം കിട്ടുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. വേഷത്തിലും സ്വഭാവത്തിലുമൊക്കെ വളരെ ശ്രദ്ധ നാം നൽകേണ്ടതുണ്ട്. ഇപ്പൊ പെൺകുട്ടികൾ ചുരിദാർ ധരിക്കുന്ന പെൺകുട്ടികളുടെ ഇരു ഭാഷകളാണ് ഒരുപാട് കയറി കെട്ടിയിരിക്കുന്നു. ഒരു കാറ്റടിച്ചാൽ മതി. മാത്രമല്ല ഈ ബനിയൻ പിന്നെ ക്ലോത്തുകൾ അത് ശരീരമായി പറ്റിപ്പിടിച്ച് ഇറുകി കിടക്കുന്ന വസ്ത്രങ്ങളാണ്. അതായിരിക്കും ഒരു പക്ഷേ പൈജാമയായിട്ട് ധരിച്ചിട്ടുണ്ടാവുക. അത് വളരെ മോശമാണ്. കാറ്റടിക്കുമ്പോൾ തന്നെ ഇപ്പോ എറണാകുളത്തൊക്കെ ട്രാഫിക്കിൽ തന്നെ വനിതാ പോലീസുകാർ ആ ഭാഗത്ത് പിന്നെ അവര് അത് പിന്നെ പിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് പിന്നെ അവിടെ പിൻ ചെയ്ത് വിടുന്ന അവസ്ഥയിലേക്ക് മാറി. ഈ കുറച്ചാൾ നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമം എന്ന വാർത്തയാണ്. അപ്പൊ ആലോചിക്കണം, അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. മൃദുല വികാരങ്ങളെ ഇളക്കി വിടുന്ന സ്വഭാവമാണ് മനുഷ്യരിലുള്ളത്. അപ്പൊ ഒരിക്കലും പാടില്ല. പുരുഷന്മാരും കാണാം ചില ആളുകൾ അവരുടെ ബനിയൻ ടീഷർട്ട് കുഴപ്പമില്ല, പക്ഷെ പാന്റ് അത് ഇറുകി പിടിച്ച ഈ അങ്ങനത്തെ ക്ലോത്ത് ആവുമ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ. ലൂസ് വസ്ത്രങ്ങൾ, കുറച്ച് ലൂസുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. മനസ്സിലായില്ല? അവന്റെ അപ്പം നിസ്കരിച്ച് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഈ ടീഷർട്ട് ഇതുപോലത്തെ ഈ പാന്റ് ഇട്ടുകൊണ്ട് സുജൂദ് ചെയ്യാനുള്ള അവസ്ഥ ആലോചിച്ചു. അവന്റെ ഭാഗങ്ങൾ മുഴുവനും എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം കൂടെ നമ്മുടെ പിൻഭാഗം മറയത്തക്ക വിധത്തിൽ വേണം നമ്മുടെ ഷർട്ടാണെങ്കിലും ജുബ്ബയാണെങ്കിലും ഇറക്കണ്ടാവണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്കും കൃത്യതയോടുകൂടി വേണം നമ്മുടെ ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ ഇബാദത്തിൽ റസൂലുള്ളാഹിയുടെ ഇബാദത്ത് ആകർഷണീയമായി അതിനെ പിൻപറ്റുന്നവർക്ക് തോന്നണം. അതിൽ ഒരു ജാള്യതയോ അപമാനമോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒന്നുമില്ല. പിശാചായി വേഷം കേട്ടാൻ പറ്റില്ല. ഇപ്പൊ ഇടത് കൈകൊണ്ട് കഴിക്കില്ല എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കുടിക്കും. ചിലര് ഇടത് കൈ കൊണ്ട് കുടിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ താങ്ങും, വലത് കൈ കൊണ്ട് താങ്ങുക. അതിന്റെ വലത് കൈ കൊണ്ട് കഴിക്കാമല്ലോ. വെള്ളം ഭക്ഷണത്തിന് ഇടയിലല്ല കഴിക്കാൻ കഴിക്കും. ഒന്നീ ഭക്ഷണത്തെ മുമ്പ് കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണത്തിന് അവശിഷ്ടങ്ങളൊക്കെ നാവ് കൊണ്ട് ഉറിഞ്ചിയെടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് വലത് കൈ കൊണ്ട് നമുക്ക് കുടിക്കാം. പലപ്പോഴും നമ്മൾ വലത് കൈ ഭക്ഷണം കഴിച്ചല്ലേ, അതിന്റെ വേസ്റ്റൊക്കെ ആ ഗ്ലാസ്സിലാകുന്ന പേടിച്ചിട്ടായിരിക്കും ഇടത് കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നരുത്, ഭക്ഷിക്കരുത്, വെള്ളം കുടിക്കരുത്. കാരണം പിശാചി ഇടത് കൈ കൊണ്ടാണ് തിന്നുക. അത്രമാത്രം ശ്രദ്ധയാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പകർന്നു തരുന്നതെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എത്രയോ വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മളുടെ ജീവിതത്തിൽ തരും. 6 അടി മണ്ണിൽ കഴിയേണ്ടവരാണ് നാം. ആ കഴിയുന്ന ആളുകൾക്ക് ഈ ലോകത്ത് നേടാവുന്ന ഏറ്റവും സുന്ദരമായ ഒരു വാക്യം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് നാം വർദ്ധിപ്പിക്കണം. കാരണം റസൂലുള്ളാഹി ഒരാൾ ചോദിച്ചു, ആളുകളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാ? അയ്യുൽ ഇൻസാനി അഹ്സൻ. അവിടുന്ന് പറഞ്ഞു, ഒരാൾക്ക് ദീർഘായുസ്സ് ലഭിക്കുകയും സൽക്രമം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ അവനാണ് ഏറ്റവും ഉത്തമൻ. വീട്ടിൽ ചോദിച്ചു, ഏറ്റവും നികൃഷ്ടനാണ് നബിയെ ആളുകളിൽ വെച്ച്? അവിടുന്ന് പറഞ്ഞു, ദീർഘായുസ്സ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഏറ്റവും നികൃഷ്ടൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുലാഅത്ത് ഗോത്രത്തിൽപ്പെട്ട 2 പേര് മുസ്ലിങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ പിന്നീട് യുദ്ധത്തിൽ പങ്കെടുത്തു.
അതിൽ ഒരാൾ രക്തസാക്ഷിയായി. ഒരു കൊല്ലം കൂടി ജീവിച്ചിരിച്ചിട്ടാണ് മറ്റേയാൾ മരണപ്പെടുന്നത്. ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇവരെ സ്വപ്നം കണ്ടു, സ്വർഗം തയ്യാറായിരിക്കുന്നു. അവസാനം മരിച്ചയാളാണ് രക്തസാക്ഷിയേക്കാൾ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി. സുബഹിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ഞാൻ ഇവരും പറഞ്ഞു, രക്തസാക്ഷിക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിച്ചു അദ്ദേഹം. എന്തുകൊണ്ടാണ്? രക്തസാക്ഷി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അടരാടി ശരീരത്തിന്റെ ഓരോ പാർട്സുകളും സംഭാവന ചെയ്ത ആളല്ലേ. എന്തേ അങ്ങനെ? അവിടുന്ന് പറഞ്ഞു, നിനക്കറിയില്ലേ, അയാൾ ഒരാൾ രക്തസാക്ഷിയായതിനു ശേഷം മറ്റേയാൾ ഒരു റമദാൻ മാസം മുഴുവനും നോമ്പെടുത്തു, ഒരു വർഷം മുഴുവനും 6000 റക്അത്ത് ഫർദ് അത്ര തന്നെ സുന്നത്ത് നിസ്കരിച്ചു. മാത്രമല്ല അദ്ദേഹം പതിവാക്കി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പ്രായം കൂടുതലാവുകയും തന്റെ ആയുസ് മുഴുവനും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധത ഞാൻ വാഴ്ത്തുന്നു, വൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ആരാധനയ്ക്ക് തരപ്പെട്ടവൻ അല്ലാഹുവാണ്, അവനാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും ശ്രേഷ്ഠവൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അബീ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു കാര്യം മനസ്സിലായി. സത്യവിശ്വാസി മരണമടയുകയും സ്വർഗത്തിൽ തനിക്കുള്ള പദവി കാണുകയും ചെയ്യുമ്പോൾ അവൻ കൊതിക്കും ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് പോകാൻ. എന്തിനാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് ചൊല്ലാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ പ്രതിഫലം എത്രയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ കാര്യം മുതൽ ഏറ്റവും ഗൗരവമായ കാര്യം വരെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ആരോഗ്യപരമായി നമുക്ക് വലിയ അനുഗ്രഹങ്ങളും വലിയ സന്തോഷവും സംതൃപ്തിയും സമാധാനവും തരികയും എല്ലാത്തിലും ഉപരി സ്വർഗസ്ഥനാവാൻ കാരണമാവുകയും ചെയ്യുന്ന അമലുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ അത് മനസ്സാ വാചാ കർമ്മണ പിൻപറ്റേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. അല്ലാഹു അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.